കേൾക്കുമ്പോൾ തന്നെ അത് സിനിമയാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയമുണ്ടാകും. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് 50 അടി ഉയരത്തിൽ ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടക്കുക, അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് ബോംബാക്രമണം നടത്തുക, പിന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ മടങ്ങിയെത്തുക, ഇതെല്ലാം സാധ്യമാണോ? അതെ, സാധ്യമാണെന്ന് ഇപ്പോൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇറാൻ. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിട്ടെന്ന വെളിപ്പെടുത്തലുകൾ പശ്ചിമേഷ്യൻ സൈനിക രംഗത്ത് പുതിയ ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളമായ ക്യാമ്പ് ബുഹ്റൈങ്ങിനെ ലക്ഷ്യമിട്ടെന്ന് പറയപ്പെടുന്ന ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങളാണ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിലൂടെ അവർ വെളിപ്പെടുത്തിയത്. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന ഈ അവകാശവാദങ്ങൾ പശ്ചിമേഷ്യയിലെ സൈനിക സാഹചര്യങ്ങളെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രത്യേക വ്യോമദൗത്യം ആസൂത്രണം ചെയ്തത്. പ്രതികരണം വൈകാതെ നടത്തണമെന്ന വ്യക്തമായ തീരുമാനത്തോടെയാണ് സൈനിക നേതൃത്വം മുന്നോട്ടു പോയതെന്നും അവർ പറയുന്നു. അമേരിക്കൻ സൈനിക സാന്നിധ്യവും തന്ത്രപ്രധാനമായ സൈനിക സൗകര്യങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായതിനാലാണ് ക്യാമ്പ് ബുഹ്റൈങ്ങിനെ ലക്ഷ്യമിട്ടതെന്നും അഭിമുഖത്തിൽ പങ്കെടുത്ത ദൗത്യ കമാൻഡർ വിശദീകരിച്ചു. ദൗത്യത്തിൽ പങ്കെടുത്തത് 2 യുദ്ധവിമാനങ്ങളിലായി 3 പൈലറ്റുമാരായിരുന്നുവെന്നാണ് അവകാശവാദം. റഡാറുകളിൽ പതിയാതിരിക്കാൻ സാധാരണ സൈനിക പരിശീലനത്തിൽ ഉപയോഗിക്കുന്ന ഉയരത്തേക്കാൾ വളരെ താഴെയായിരുന്നു മുഴുവൻ യാത്രയും നടത്തിയതെന്ന് കമാൻഡർ പറഞ്ഞു. പരിശീലന സമയത്ത് ഏകദേശം 500 അടി ഉയരത്തിൽ പറക്കുന്നതാണ് പതിവെങ്കിലും ഈ ദൗത്യത്തിൽ ചില ഘട്ടങ്ങളിൽ 50 അടിയിലും താഴെയായിരുന്നു വിമാനങ്ങളുടെ ഉയരമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഭൂമിയോട് ചേർന്നുള്ള ഈ അപകടകരമായ പറക്കൽ വൈദ്യുതി ലൈനുകൾക്കും മറ്റ് ഭൗതിക തടസ്സങ്ങൾക്കും താഴെയായി നീങ്ങേണ്ട സാഹചര്യം സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൗത്യം പൂർണ്ണമായും റേഡിയോ നിശബ്ദത പാലിച്ചാണ് നടത്തിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു പ്രധാന അവകാശവാദം. പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമനിരീക്ഷണ വിമാനങ്ങൾ, അതിവേഗ പ്രതികരണത്തിനായി സജ്ജമാക്കിയ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും എതിരാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ മുന്നേറാൻ കഴിഞ്ഞുവെന്നാണ് അവർ പറയുന്നത്. കടൽ മാർഗത്തിലൂടെയുള്ള യാത്രക്കിടെ 2 വലിയ കപ്പലുകൾക്കിടയിലൂടെ അതീവ താഴ്ന്ന ഉയരത്തിൽ പറന്നുപോയെന്നും കപ്പലുകളുടെ ഡെക്കുകൾ പോലും വിമാനത്തേക്കാൾ ഉയരത്തിലായിരുന്നുവെന്നുമാണ് കമാൻഡറുടെ വിവരണം. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം നീങ്ങിയ സംഘം സ്വതന്ത്രമായി വീഴുന്ന ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം ആയുധങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ ലക്ഷ്യത്തിന് മുകളിലൂടെ നേരിട്ട് പറക്കേണ്ടി വന്നതിനാൽ അപകട സാധ്യത കൂടുതലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലക്ഷ്യസ്ഥാനത്ത് വ്യാപകമായ സ്ഫോടനങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായതായും അവിടെ നിലയുറപ്പിച്ചിരുന്ന സൈനിക സൗകര്യങ്ങൾക്കും ഉപകരണങ്ങൾക്കും കാര്യമായ ആഘാതമുണ്ടായതായും അദ്ദേഹം അവകാശപ്പെട്ടു. ആക്രമണത്തിന് ശേഷം പിന്തുടരൽ ഒഴിവാക്കാൻ പ്രത്യേക വഞ്ചനാപരമായ തന്ത്രം സ്വീകരിച്ചുവെന്നും അതുവഴി എതിരാളികൾക്ക് വിമാനങ്ങളെ ഫലപ്രദമായി പിന്തുടരാനോ തടയാനോ കഴിഞ്ഞില്ല എന്നും കമാൻഡർ പറഞ്ഞു. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി ഇറാനിയൻ നിയന്ത്രണത്തിലുള്ള മേഖലകളിലേക്ക് മടങ്ങിയെത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. അഭിമുഖത്തിൽ പങ്കെടുത്ത മറ്റ് ക്രൂ അംഗങ്ങളും ദൗത്യത്തിന്റെ അതീവ അപകട സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു. ആക്രമണ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് തുടർച്ചയായി സ്ഫോടനങ്ങൾ നടന്നുവെന്നും അവിടെ വലിയ തോതിൽ സൈനിക ഉപകരണങ്ങൾ സംഭരിച്ചിരുന്നതായി തോന്നിയെന്നും ഒരാൾ പറഞ്ഞു. മറ്റൊരു പൈലറ്റ് ആകട്ടെ ഒരു വിമാനം നഷ്ടപ്പെട്ടാലും മറ്റൊന്ന് ദൗത്യം പൂർത്തിയാക്കുമെന്ന ഉറച്ച മനോഭാവത്തോടെയാണ് സംഘം പുറപ്പെട്ടതെന്നും ഏത് സാഹചര്യത്തിലും ദൗത്യം വിജയിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യമെന്നും വ്യക്തമാക്കി. അതേസമയം ഈ അവകാശവാദങ്ങളുടെ സ്വതന്ത്ര സ്ഥിരീകരണം ലഭ്യമല്ല എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ പങ്കാളികളായ രാജ്യങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങളിൽ പ്രചരണപരമായ ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കാമെന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്രോതസ്സുകൾ വഴി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് സൈനിക വിശകലന വിദഗ്ധർ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അന്താരാഷ്ട്ര പ്രമേയങ്ങളല്ല മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ ദേശീയ ശക്തിയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇറാന്റെ ഏറ്റവും വലിയ സുരക്ഷ ഉറപ്പെന്ന് പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫിന്റെ പ്രസ്താവനയും ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ആഗോളതലത്തിൽ ഒരു അന്തിമ കരാർ ഉണ്ടാക്കുകയും അതിനെ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം വഴി അംഗീകരിക്കുകയും ചെയ്താൽ പോലും അതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം കരാറുകളേക്കാൾ ഇറാന്റെ സ്വന്തം പ്രതിരോധ കരുത്തിലാണ് രാജ്യം വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറുവിഭാഗം തങ്ങളുടെ കടമകളും വ്യവസ്ഥകളും കൃത്യമായി നിറവേറ്റിയാൽ മാത്രമേ ഇറാൻ കരാറുകളിലെ തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതകൾ നടപ്പിലാക്കുകയുള്ളൂ എന്നും ഖാലിബാഫ് വ്യക്തമാക്കി. നടപടിക്ക് പകരമുള്ള നടപടി എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇറാൻ മുന്നോട്ടു പോവുക. സമീപകാലത്ത് രാജ്യം കൈവരിച്ച തന്ത്രപ്രധാനമായ നേട്ടങ്ങൾക്ക് പിന്നിൽ അണിനിരന്ന ഇറാനിയൻ ജനതക്കും സായുധ സേനയ്ക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചത്. ഇപ്പോൾ കാറ്റും കോളും നിറഞ്ഞു നിന്ന അന്തരീക്ഷം താൽക്കാലികമായി ഒന്ന് ശാന്തമായെങ്കിലും കഴിഞ്ഞ 100-ലധികം ദിവസങ്ങളിലായി നീണ്ടുനിന്ന ആ യുദ്ധത്തിലൂടെ ഒന്നുമാത്രം വ്യക്തമാണ്: ഇറാൻ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായ ചില പാഠങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തികളോട് മുട്ടിനിൽക്കാൻ തങ്ങൾക്ക് കേവലം ആയുധബലം മാത്രമല്ല, അതിനൂതനമായ യുദ്ധബുദ്ധിയും തന്ത്രങ്ങളും ഉണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. തീർച്ചയായും തങ്ങളുടെ ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തിലാണ് ഇറാന്റെ ഈ ആത്മവിശ്വാസം. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എത്രയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായാലും
രാജ്യത്തിന്റെ 4 ഭാഗത്തു നിന്നും ഒരേ സമയം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും അതിനെയെല്ലാം നിഷ്പ്രയാസം നേരിടാൻ തങ്ങൾ സജ്ജരാണെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഈ വെളിപ്പെടുത്തലിലൂടെ നൽകുന്നത്.